ഈ 80,000-ഓളം വിദ്യാർത്ഥികൾക്ക് മലബാറിൽ +1 സീറ്റില്ല. ഇന്നലെ ക്ലാസ് ആരംഭം. ഉപരിപഠനത്തിന് അർഹത നേടിയ 35% വിദ്യാർത്ഥികൾ പുറത്താണ്. എത്ര കാലമായത്? സർക്കാരുകൾ മാറി മാറി വന്നിട്ടും മലബാറിനോടുള്ള അവഗണന തുടരുന്നു. മറ്റു സംസ്ഥാന സർക്കാരുകൾ വിദ്യാർത്ഥികൾ എത്തിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ കേരളത്തിൽ ചിലപ്പോഴൊക്കെ അതിനെതിരാണെന്ന് തോന്നിപ്പോവും. 2013 +1 സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ നിയോഗിച്ച ലബ്ബ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു ക്ലാസ്സിൽ 40 വിദ്യാർത്ഥികൾ എന്ന കണക്കാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ വർഷവും 70 പേരെ വെച്ച് ക്ലാസ് ആക്കിയ സ്കൂളുകൾ വരെ മലബാറിലുണ്ട്. 2019 ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലും ക്ലാസ് മുറികളുടെ സൗകര്യവും വിദ്യാർത്ഥികളുടെ സൗകര്യവും പരാമർശിച്ചിരുന്നു. അതും പലതും നടപ്പിലായില്ല. 2023 കാർത്തികേയൻ കമ്മിറ്റി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ മലബാർ മേഖലയിൽ അധിക ഹയർ സെക്കൻഡറി സ്കൂളുകളും അധിക ബാച്ചുകളും നിർദ്ദേശിച്ചിരുന്നു. അത് നടപ്പിലായില്ല എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ട് തന്നെ സർക്കാർ പൂഴ്ത്തിവെച്ചു. ഈ കഴിഞ്ഞ വർഷവും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ കമ്മീഷൻ വരുന്നുണ്ട്. പക്ഷെ വിദ്യാർത്ഥികൾ അന്നും ഇന്നും പുറത്താണ്. സർക്കാർ കാര്യക്ഷമമായി തന്നെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠനമില്ലാതെ പെരുവഴിയാവും. മലബാറിനോടുള്ള അവഗണന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാവരുത്.